നമസ്കാരം. ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധി കോടതിയിൽ അപ്പിയർ ചെയ്യുകയാണ്. അമിത്ഷാ വേഴ്സസ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇക്വേഷന്റെ മറ്റൊരു തലമാണ്. നരേന്ദ്രമോദി വേഴ്സസ് രാഹുൽ ഗാന്ധിയുടെ പല ഫാസറ്റ്സും നമ്മൾ നോക്കുകയുണ്ടായി. ഒരുപക്ഷെ കഴിഞ്ഞ വർഷങ്ങളിൽ മുമ്പത്തെ ഭരണകാലത്തൊക്കെ നരേന്ദ്രമോദിയായിരുന്നു പല കാര്യങ്ങളുടെയും ഫോക്കൽ പോയിന്റ് എങ്കിൽ ന്യൂസ് വരുമ്പോൾ നരേന്ദ്രമോദിയെ സെൻട്രിക്കാണ്. ഒന്നെങ്കിൽ നരേന്ദ്രമോദിക്ക് അനുകൂലം അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ എന്ന രീതിയിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് അനുകൂലം എതിരുന്ന രീതിയിലേക്ക് കുറെയെങ്കിലും കാര്യങ്ങൾ മാറി എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ഇപ്പൊ നമ്മുടെ ന്യൂസ് സൈക്കിൾസ് എടുത്തു നോക്കിയാൽ തന്നെ അറിയാം, നരേന്ദ്രമോദിജിക്ക് കിട്ടുന്ന പ്രാധാന്യത്തിന് ഒരു കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോഴും പ്രധാനമന്ത്രി എന്ന രീതിയിൽ 3 തവണ ജയിച്ച വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിന് പ്രാധാന്യം ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പ്രാധാന്യം കൂടുന്നു എന്ന് കാണാം. ദേശീയ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇടത് വലത് മാധ്യമങ്ങൾ അടക്കം രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രൊജക്ഷൻ ഹൈ ആയി വരുന്നുണ്ട് എന്ന കാര്യം സത്യമാണ്. അപ്പം അമിത്ഷാ ജിക്കെതിരെ ശ്രീ രാഹുൽ ഗാന്ധി 2018 നടത്തിയൊരു പരാമർശത്തിൽ BJP ലീഡറായ വിജയ് മിശ്രയാണ് രാഹുൽ ഗാന്ധിക്ക് എതിരെ പരാതിയുമായി പോയത്. അന്ന് ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയത്. അമിത്ഷാ അക്യൂസ്ഡ് ഇൻ എ മർഡർ കേസ്, ഒരു കൊലപാതക കേസിൽ അക്യൂസ്ഡ് ആണ് അമിത്ഷാ എന്നാണ് അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇന്ന് ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിലെ കോടതിയിലാണ് രാഹുൽ ഗാന്ധി അപ്പിയർ ചെയ്യുന്നത്. സ്പെഷ്യൽ മജിസ്ട്രേറ്റ് ശുഭം വർമ്മയുടെ മുമ്പിലാണ് അദ്ദേഹം പോകുന്നത്. അപ്പൊ എവിടെയാണ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രാഷ്ട്രീയക്കാരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരോപണങ്ങൾ, ശക്തമായ ആരോപണങ്ങളും അല്ലാത്ത ആരോപണങ്ങളും ഒക്കെ ഉന്നയിക്കും. രാഹുൽ ഗാന്ധിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തിരിച്ച് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ രാഷ്ട്രീയ നേതാക്കളെ, വിശിഷ്യ പൊതുപ്രവർത്തകരെ കേസിൽ പെടുത്തി മെനക്കെടുത്തുന്ന ഒരു ആറ്റിറ്റ്യൂഡ് പലപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അതായത് മെനക്കേടാണ്, ഇൻകൺവീനിയൻസ് ഉണ്ടാക്കുക എന്നൊരു കാര്യമുണ്ട്. അപ്പൊ രാഹുൽ ഗാന്ധി അടക്കം ഇടയ്ക്ക് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് MP സ്ഥാനം നഷ്ടമാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായത്. പിന്നീട് അത് വലിയ വിവാദങ്ങളിലേക്ക് വഴിതെളിച്ചു. അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം അത് ടേക്കപ്പ് ചെയ്തു. അപ്പൊ ഇതൊക്കെ എക്സ്ക്യൂസസ് മാത്രമാണ്. അതാണ് സത്യസന്ധമായി നമ്മൾ ഈ വിഷയം മനസ്സിലാക്കണം. ലീഗൽ പ്രോസസ്സിനെ മിസ്യൂസ് ചെയ്ത് അവരെ മെനക്കെടുത്തുക എന്നൊരു ആറ്റിറ്റ്യൂഡ് പലർക്കും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ധ്രുവ് റാത്തിക്കെതിരെ ഇതുണ്ട്. ധ്രുവ് റാത്തിക്ക് എതിരെ 20 ലക്ഷത്തിന്റെ മാനനഷ്ട കേസ് കൊടുത്ത കാര്യം നിങ്ങളിൽ ചിലരെങ്കിലും ശ്രദ്ധിച്ചു. അപ്പൊ ഏത് രാഷ്ട്രീയ നേതാവാണെങ്കിലും, നരേന്ദ്രമോദി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും അമിത്ഷാ ആണെങ്കിലും ഇനി ധ്രുവ് റാത്തി ആണെങ്കിലും കേസ് കൊടുത്ത് മെനക്കെടുത്തുകയല്ല. ഇവർ പൊളിറ്റിക്കലി പറയുന്ന കാര്യങ്ങളെ പൊളിറ്റിക്കലി അഡ്രസ് ചെയ്യുക, പൊളിറ്റിക്കലി പറയുന്ന പോയിന്റ്സിനെ പൊളിറ്റിക്കലി ഡിബേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ നിലപാട്. രാഹുൽ ഗാന്ധി പൊളിറ്റിക്കലി പല കാര്യങ്ങളും ഇങ്ങനെ റേസ് ചെയ്യുന്നുണ്ട്. ആ പൊളിറ്റിക്കലി പറയുന്ന കാര്യങ്ങളെ എങ്ങനെ കൗണ്ടർ ചെയ്യാമെന്നുള്ളതാണ് ഒരുപക്ഷെ പ്രതിപക്ഷ അല്ലെങ്കിൽ ഭരണപക്ഷം നോക്കേണ്ടത്. ആ അർത്ഥത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് എന്ത് നിലപാടെടുക്കും, ഇന്ന് സുൽത്താൻപൂരിലെ കോടതിയിൽ വരികയും അവിടെ വെച്ച് മാധ്യമങ്ങളെ കാണുമോ തുടങ്ങിയ കാര്യങ്ങൾ അറിയില്ല. എന്തായാലും രാവിലെ ഏകദേശം ഒരു 11 മണിയോടുകൂടി നമുക്ക് വ്യക്തമായ ഒരു ചിത്രം കിട്ടുമെന്ന് തോന്നുന്നു. അതിനുശേഷം നമുക്ക് കാണാം. എന്തായാലും രാഹുൽ ഗാന്ധി കോടതിയിലാണ് ഇന്ന്. അത് കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയായ ശ്രീ അമിത്ഷായ്ക്കെതിരെ അദ്ദേഹം നിലപാട് കടുപ്പിക്കുമോ, നിലപാട് മയപ്പെടുത്തുമോ തുടങ്ങിയ കാര്യങ്ങൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കും.